ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹെയർ വാഷ് റുട്ടീനെ പറ്റിയിട്ടാണ്. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുള്ള കുറച്ച് ഹെയർ കെയറിൽ പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത്. ഇപ്പം ഞാൻ ഈ പൂവും ഇലയൊക്കെ പറിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഗതി പിടിയിട്ടിട്ടുണ്ടാവും ഞാൻ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറിച്ച് കൊണ്ടുപോകുന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മുടെ ഹെയർ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ ഓയിലിംഗ് ആണ്. ഇതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റെപ്പാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ മുടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതായി കാണുന്ന പോലെ. അതിനുശേഷം വളർന്നതാണ് ഇപ്പോൾ കാണുന്ന ഈ മുടി. സോ ഒരു കൊല്ലം കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഹെയർ ഗ്രോത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഹെയർ ഓയിലിംഗ് തന്നെയാണ്. എപ്പോഴും തലയിൽ എണ്ണ ഇടുമ്പോൾ ഇങ്ങനെ സെക്ഷൻസ് ആക്കിയിട്ട് എണ്ണ ഇട്ടാൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ലോണം ആ ഓയിൽ എത്തും. അപ്പോൾ അത്യാവശ്യം എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ വീണ്ടും ഒന്ന് ഹെയറിനെ ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഹെയർ ഓയിൽ ഇട്ട ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. തലയുടെ ഉച്ചിയിലും ബാക്കിലും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യും. പിന്നെ ഇതുപോലെ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം മസാജ് ചെയ്യും. ഒരു 10 മിനിറ്റ് കേട്ടോ. അതിൽ കൂടുതൽ ഞാൻ മസാജ് ചെയ്യാൻ നിൽക്കാറില്ല, കാരണം എൻ്റെ മടി കാരണം ഞാൻ 10 മിനിറ്റ് എങ്കിലും മസാജ് ചെയ്യും. അതിനുശേഷം നമ്മൾ പറിച്ച ഇലയും പൂവും കായും എല്ലാം കൂടെ ആ മിക്സിയിൽ അങ്ങിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കണം. അധികം വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം, കുറച്ച് തിക്കായിട്ട്, അല്ലെങ്കിൽ വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ താളിയൊക്കെ തലയിൽ തേച്ച് പിടിപ്പിച്ചു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ആ താളിയും കഴുകി കളയാം. ഞാൻ ഫോളോ ചെയ്ത കുറച്ച് ഹെയർ കെയർ ടിപ്സ് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്, അതുകൊണ്ട് അവസാനം വരെ വീഡിയോ കാണണേ. അപ്പോൾ അങ്ങനെ ഞാൻ നന്നായിട്ട് ഹെയറൊക്കെ വാഷ് ചെയ്തു. ചിലപ്പോൾ ഒരു തരിതരിയൊക്കെ മുടിയുടെ ഇടയിൽ കുടുങ്ങി നിൽക്കുന്നുണ്ടാവും. അത് കുഴപ്പമില്ല കേട്ടോ. മുടി ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അത് നമ്മൾ മുടി കോംബ് ചെയ്യുമ്പോൾ അതങ്ങ് പൊക്കോളും. അതിനുശേഷം ഞാൻ എൻ്റെ മുടി നന്നായിട്ടൊന്ന് കെട്ടി വെച്ചു. ഹെയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹീറ്റൊന്നും യൂസ് ചെയ്യാറില്ല, നാച്ചുറലായിട്ട് തന്നെ ഡ്രൈ ചെയ്യാൻ വിടും. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ടിപ്പും. അപ്പോൾ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ സീറം അപ്ലൈ ചെയ്യലാണ്. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരീസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ എന്ന് പറയുന്നത് ഒരു ഹെയർ സീറമാണ്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും അതിൻ്റെ പിക്ചറോ ലിങ്കോ എന്തെങ്കിലും കൊടുത്തേക്കാം. മുടി ഒട്ടും നമുക്ക് ഫ്രിസി ആക്കില്ല, കുറച്ച് മാനേജബിൾ ആക്കും. അറ്റ് ദ സെയിം ടൈം ഒട്ടും ഓയിലി ആക്കില്ല. അപ്പോൾ അങ്ങനെ നല്ലൊരു സീറമാണ്. ഞാൻ ഓൾമോസ്റ്റ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 ഇയേഴ്സ് ആയിട്ടുണ്ടാവും, മേ ബി മോർ ദാൻ ദാറ്റ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനത് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ തൽക്കാലം ഉള്ളൊരു സീറം വെച്ചിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഹെയർ സീറം ഒഴിവാക്കാറില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഹെയർ സീറം ഇടും, കാരണം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഷാമ്പൂ വാഷ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് ഹെയർ ഫ്രിസി ആയിപ്പോവും. കണ്ടീഷണർ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ അത് മസാജ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെയർ ഹെയർ ലോസ് ഉണ്ടാവുന്നത്. ഒരു 2 പമ്പ് എടുത്തിട്ട് ജസ്റ്റ് ഈ മുടിയുടെ സ്ട്രാൻഡ്സിലൂടെ ഒന്ന് ഓടിച്ച് കൊണ്ടുപോയാൽ മതി. ഞാൻ കോവിഡ് സമയത്ത് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മുടിക്ക് വേണ്ടിയിട്ട്. അതിൽ ഒന്ന്, ഈ മുട്ടയുടെ വെള്ള നന്നായിട്ട് ഒന്ന് പതപ്പിച്ചിട്ട് അത് തേക്കുമായിരുന്നു. മുട്ടയുടെ വെള്ളം മാത്രം കേട്ടോ, അത് തേക്കുമായിരുന്നു. അത് മുടിക്ക് കുറച്ച് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഞാൻ ചെയ്തിരുന്നത് ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നെക്സ്റ്റ് ഡേ അതിൻ്റെ വെള്ളമുണ്ടല്ലോ, ആ വെള്ളം എടുത്തിട്ട് തലയിൽ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യായിരുന്നു സ്കാൽപ്പിൽ മൊത്തം. അങ്ങനെ ചെയ്തപ്പോഴും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിരുന്നത് ഈ കുതിർത്ത ഉലുവയും പിന്നെ കേടും കൂടിയിട്ട് അരച്ചിട്ട് ഒരു പാക്ക് പോലെ ആക്കിയിട്ട് അത് തലയിൽ തേക്കുമായിരുന്നു. അതും നല്ലതാണ്. കേടൊക്കെ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. പിന്നെ വേറെ എന്താ, താളിയിട്ട് കുളിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ കോവിഡ് സമയത്ത് ചെയ്തിരുന്ന കുറച്ച് ഹെയർ കെയർ എന്ന് പറയാൻ. ആ സമയത്ത് എനിക്ക് നന്നായിട്ട് മുടി വന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഹെയറൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.